ഇന്ത്യക്കെതിരെ 50% ചുങ്കം ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇനിയും ഇന്ത്യ കൂടുതൽ കാണേണ്ടി വരുമെന്നാണ്. എന്നാൽ ഇന്ത്യക്ക് ലവലേശം കൂസലില്ല. കർഷകരുടെ താൽപ്പര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ തീരുമാനത്തിന് വലിയ വില നൽകേണ്ടി വന്നേക്കാമെങ്കിലും കർഷകർക്കായി അതിന് ഞാൻ തയ്യാറാണെന്ന് മോദി പ്രസ്താവിച്ചു. അമേരിക്കയ്ക്ക് പകരക്കാരനെ തേടുകയാണ് ഇന്ത്യ. ഇന്ത്യയുടെ അയൽപക്കത്തുള്ള ചൈനയ്ക്ക് മുൻഗണന കൊടുക്കുവാൻ തന്നെയാണ് മോദി തീരുമാനിച്ചിട്ടുള്ളത്. ചൈനയുമായുള്ള ഊഷ്മള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി മോദി ഉടനെ തന്നെ ചൈന സന്ദർശിക്കുന്നതാണ്. ചൈനയുമായുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വ്യാപാര രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുവാനാണ് മോദിയുടെ തീരുമാനം. അതിനുവേണ്ടി പല വിട്ടുവീഴ്ചകൾക്കും ചിലപ്പോൾ മോദി തയ്യാറായേക്കും. ഇന്ത്യയുമായി അതിർത്തി തർക്കങ്ങളുള്ള രാജ്യമാണ് ചൈന. 2020 ഗൽവാൻ സംഭവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലല്ല പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മോദി അമേരിക്കയുമായി കൂടുതൽ അടുത്തതും. എന്നാൽ അത് ട്രംപ് വന്നതോടുകൂടി, ട്രംപിൻ്റെ രണ്ടാം വരവോടുകൂടി അത് കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. യുക്രൈനുമായി യുദ്ധത്തിലേർപ്പെട്ടിട്ടുള്ള റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിച്ചത് ട്രംപാണെന്ന് ട്രംപ് വീരവാദം മുഴക്കിയിരുന്നു. എന്നാൽ ഇന്ത്യ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കുപിതനാക്കിയിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഈ 50% തീരുവയിൽ തല കുനിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്ന സന്ദേശം. അമേരിക്ക പോയെങ്കിൽ പോട്ടെ, ഞങ്ങൾക്ക് വേറെയുമുണ്ട് രാജ്യങ്ങൾ. റഷ്യയുണ്ട്, ചൈനയുണ്ട്, ബ്രസീലുണ്ട്, ഗൾഫ് രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ യൂണിയനുണ്ട്. പിന്നെ എന്തിന് ഞങ്ങൾ പേടിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് മോദി. എന്തു വില കൊടുത്തും രാജ്യത്തെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് മോദി ഇവിടെ ഊന്നി പറയുന്നത്. അതുകൊണ്ട് തന്നെ തീരുവ കൂട്ടിയാലും ട്രംപിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് തന്നെയാണ് മോദി തുടർച്ചയായി നൽകുന്ന സന്ദേശം. എന്തായാലും ലോകത്തെ ഏറ്റവും ശക്തരായ നേതാവായ ലോക പോലീസുകാരൻ എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കാത്തതിൽ ലോകരാജ്യങ്ങൾ അത്ഭുതം പൂണ്ടിരിക്കുകയാണ്. അതെ, പുതിയ ഇന്ത്യ ആരുടെ മുന്നിലും തലകുനിക്കില്ല. കുതിക്കുന്ന ഇന്ത്യയാണ് 2047 വികസിത് ഭാരതം എന്ന ലക്ഷ്യം ഇന്ത്യ നേടുക തന്നെ ചെയ്യും.